ഹലോ സുഹൃത്തുക്കളെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വാട്ടക്കപ്പയാണ് കേട്ടോ. ഒരു 80കളിലും 70കളിലും അതിന് മുന്നൊക്കെ ഇത് ഒരു പലഹാരമായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ അച്ചമ്മ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അച്ചമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കി തരാറ്. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമ്മൾ. കാരണം മാർക്കറ്റിൽ ഇത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, തുറന്നൊക്കെ വയ്ക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകി വെള്ളം വാർത്ത് കളയുക കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ ഒരു 2-3 വിസിൽ മതിയാവും കേട്ടോ. അപ്പോൾ എളുപ്പം വേവും. നമ്മൾ വെള്ളത്തിൽ ഒന്ന് കഴുകി വരുമ്പോൾ തന്നെ ഇതൊന്ന് കുതിരും. അപ്പോൾ വാട്ടക്കപ്പ അല്ലെങ്കിൽ വാട്ടക്കിഴങ്ങ് എന്നാണ് ഇതിന് പറയുന്നത്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൻ്റെ വിസിലിട്ട് 2 വിസിൽ വന്നതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കിത് 2 വിധത്തിലുണ്ടാക്കാം. ഞാനിന്നിപ്പോൾ ശർക്കര ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നാളികേരം ചേർത്തത് കൊടുത്താലും ഒന്ന് ഇളക്കി ചേർത്താലും ഇത് നല്ല വേറൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ശർക്കരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുവേണ്ടി ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഉരുക്കുമ്പോൾ നിങ്ങൾ അരിച്ചൊഴിക്കുക കേട്ടോ. നല്ല ശർക്കര അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ കടിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും കരിമ്പിൻ്റെ അവശിഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അരിച്ചു മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ കുത്തിപ്പൊടിച്ചെടുക്കാം, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ തന്നെ നാളികേരം ചിരകി വെച്ചേക്കുക. ഒരു അരമുറി തേങ്ങയിൽ കൂടിയ നാളികേരം നമ്മൾ ചിരണ്ടി വെച്ചേക്കുക. എന്നിട്ട് ഇത് വെന്ത് ശർക്കര നീരൊക്കെ ഒന്ന് എല്ലാവിടെയും പിടിച്ച് കഴിയുമ്പോൾ ആ നാളികേരം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കും. അപ്പോൾ നല്ല ഒരു രുചിയുള്ളൊരു പലഹാരമാണ്, ഒരു വെറൈറ്റി പലഹാരമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. ഒരു ഹെൽത്തിനൊന്നും ദോഷമില്ലാത്ത ഒരു പലഹാരമാണ്, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലാണ് കഴിക്കാൻ, ഉപ്പാണോ മധുരമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.